കർണാടകയിൽ ബന്ദിപ്പൂർ നാഗർഹോള സഫാരികൾ പുനരാരംഭിക്കുന്നു. നേരത്തെ കടുവയുടെ ആക്രമണത്തിൽ പ്രദേശവാസികൾ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് സഫാരി നിർത്തിവെച്ചത്. നാളെ മുതൽ സഫാരി ആരംഭിക്കുമെന്ന് കർണാടക വനവകുപ്പ് മന്ത്രി ഈശ്വർ ഖാന്ദ്രെ അറിയിച്ചു. ശ്രീധരൻ വിവരങ്ങളുമായിട്ട്. ശ്രീധരൻ, എന്തെങ്കിലും പുതിയൊരു സുരക്ഷാ സംവിധാനങ്ങളുണ്ടോ? സമയക്രമത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? ദിവിഷ്, വിനോദസഞ്ചാരികളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. പ്രത്യേകിച്ച് കാട്ടിലൊക്കെ സഫാരി പോകുന്ന നിരവധി ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് ബന്ദിപ്പൂർ നാഗർഹോള വനമേഖലയിൽ സഫാരി തുടങ്ങുന്നു എന്നുള്ളത് പുതിയ വാർത്തയാണ്. രാവിലെ 8 മണി മുതൽ തന്നെ വൈകിട്ട് 5 മണി വരെ ആയിരിക്കും സഫാരി. മുൻപ് എത്ര സഫാരി വാഹനങ്ങൾ ഉപയോഗിച്ചിരുന്നു അതിന്റെ പകുതി വാഹനങ്ങൾ മാത്രമേ ഇനി മുതൽ സഫാരിക്ക് ഉപയോഗിക്കുകയുള്ളൂ. ഈ വലിയ തോതിൽ കടുവയുടെ ആക്രമണങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം മാത്രം 45 ആളുകളാണ്, പ്രദേശവാസികളാണ്, കർഷകരായിട്ടുള്ള മനുഷ്യരാണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിനെ ചൊല്ലി വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഈ ആളുകൾ കൊല്ലപ്പെടുമ്പോഴും ഇങ്ങനെ ടൈഗർ സഫാരി നടത്തുന്നതിനെതിരെ വലിയ പ്രതിഷേധം കർഷകരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ നവംബർ 7-ാം തീയതി കഴിഞ്ഞ വർഷം നവംബർ 7 മുതൽ സഫാരി നിർത്തിവെച്ചത്. ഏതായാലും ഇത് വലിയ വരുമാന നഷ്ടം കർണാടക വനവകുപ്പിനും സർക്കാരിനും ടൂറിസം രംഗത്തുമൊക്കെ ഉണ്ടാക്കി. ഇതിന് പിന്നാലെയാണ് ഒരു പുനർവിചിന്തനത്തിന് സർക്കാർ തയ്യാറായത്. ഒരു വിദഗ്ധ സമിതിയൊക്കെ നിയോഗിച്ച് ഇത് പുനരാരംഭിക്കുന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് പഠിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും നാളെ രാവിലെ 8 മണി മുതൽ തന്നെ ടൈഗർ സഫാരി പുനരാരംഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത.